SSLC സ്റ്റുഡൻസ്, എടാ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വാങ്ക എന്ന് പറയുന്ന ആന്റോൺ ചെക്കോവിന്റെ സ്റ്റോറിയിലെ. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ കംപ്ലീറ്റ് സമ്മറി ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഡൽ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എത്രത്തോളം ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ഈസി ആൻഡ് ക്വിക്ക് സമ്മറി ആയിട്ട് നമുക്ക് കാണാം. സോ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആയിട്ടുള്ള കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്റെ പേര് ആദിത്യ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. എടാ ആരൊക്കെയാണ് വാങ്ക എന്നുള്ള സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്? നമ്മുടെ വാങ്ക ഉണ്ട്, വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിഷ് ഉണ്ട്, ആൻഡ് അലിയാക്കിൻ എന്നുള്ള ഷൂ മേക്കർ ഉണ്ട് അല്ലെ. ഇവര് മൂന്ന് പേരെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് ക്യാരക്ടർ ഉണ്ട്. ആ ഒരു അലിയാക്കിന്റെ വൈഫ് ഉണ്ട്, സീനിയർ അപ്രന്റീസസുകൾ ഉണ്ട്, നമ്മളെ വാങ്കയുടെ അമ്മേനും അവരുടെ ഫ്രണ്ടിനും ഒക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ വാങ്കയും അലിയാക്കിനും അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ആണ്. സോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെ, ഈ ഒരു വാങ്ക എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് കാണാം. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. സോ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സമ്മറിയിലേക്ക്, ഒരു ഷോർട്ട് ആൻഡ് ക്വിക്ക് സമ്മറിയിലേക്ക് പോവാം. 9-year-old Vanga Zukov is an apprentice to a shoemaker named Alyakin. അപ്പൊ നമ്മുടെ വാങ്കയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 9 വയസ്സാണുള്ളത്. വാങ്കയുടെ ഫുൾ നെയിം എന്താണ്? വാങ്ക സുക്കോവ് എന്നാണ്. ഒരു റഷ്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. ഇപ്പൊ 9-year-old ആയിട്ടുള്ള വാങ്ക സുക്കോവ് ഒരു അലിയാക്കിൻ എന്ന പേരുള്ള ഒരു ഷൂ മേക്കറിന്റെ അടുത്ത് ജോലിക്ക് പോവാണ്. ഒരു അപ്രന്റീസ് ആയിട്ട്, നമ്മൾ ട്രെയിനി പോലെ. ഓക്കെ, ജോലി പരിശീലിക്കുന്നതിനാണ് നമ്മൾ അപ്രന്റീസ് എന്ന് പറയാം. ഇറ്റ്സ് ക്രിസ്മസ് ഈവ്. അപ്പൊ ഇപ്പൊ സമയം ഒരു ക്രിസ്മസ് ഈവ് ആണ്, ഒരു ക്രിസ്മസ് ഈവനിങ് ടൈം ആയിട്ടുണ്ട്. രാത്രി എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്ന സമയമാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ബെഡ്, ഉറങ്ങാൻ പോകുന്നതിന് പകരം വാങ്ക സ്റ്റേസ് അപ്പ് ആഫ്റ്റർ എവ്രി വൺ എൽസ് ഹാസ് ലെഫ്റ്റ് ഫോർ ചർച്ച്. അപ്പൊ എല്ലാവരും ഈ ക്രിസ്മസിന്റെ തലേന്ന് ആ ഒരു പാതിരാത്രിക്ക് നമ്മൾ കുർബാന കൂടാൻ പോവാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പള്ളിയിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ വാങ്ക ഒഴികെ ബാക്കി എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണ്. വാങ്ക ഉറങ്ങാതെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹി ഫീൽസ് ലോൺലി ആൻഡ് സാഡ്. വാങ്കയ്ക്ക് ഒറ്റപ്പെട്ടതുപോലെയും വളരെ വിഷമൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഹി ഡിസൈഡ്സ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് only family, his grandfather കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച്. അപ്പൊ അവന്റെ ഒരേ ഒരു കുടുംബമായിട്ടുള്ള, അവൻ ആകെ ബാക്കിയുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ഫാദറിന് നമ്മുടെ വാങ്ക ഒരു ലെറ്റർ എഴുതാണ്. ആ ഒരു ലെറ്റർ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ വാങ്ക ഓഫൺ ആണ്. അവൻ ആകെ ഉള്ളത് ആരാണ്? ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് ആണ്. Vanga carefully prepares to write by taking out a bottle of ink and a pen with a rusty nib. അല്ലെ, അപ്പൊ നല്ല തുരുമ്പൊക്കെ പിടിച്ച ഒരു പെന്ന്. ഓക്കെ, പാവാണ്, ഇവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ചു കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ ഒരു പെൻ അവൻ എടുക്കുന്നുണ്ട്, ആൻഡ് ഒരു ബോട്ടിൽ ഫുൾ ഇങ്ക്, മഷി അവൻ എടുക്കുന്നുണ്ട്. ഹി സ്പ്രെഡ്സ് ഔട്ട് എ ക്രംബിൾഡ് പീസ് ഓഫ് പേപ്പർ. ക്രംബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുരുട്ടി കൂട്ടുന്നതിനെയാണ് ക്രംബിൾഡ് എന്ന് പറയാം. അപ്പൊ അവിടെ നിന്ന് എവിടുന്നോ അവന് ചുരുട്ടി കൂട്ടിയിട്ടുള്ള ഒരു പേപ്പർ കിട്ടുന്നുണ്ട്. ആൻഡ് അവൻ ചുറ്റും ഹി ലുക്ക് നെർവസ്ലി, അല്ലെ, മൊത്തം ചുറ്റും വളരെ പരിഭ്രാന്തിയോടെയാണ് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് കീൽസ് ഓൺ ദ ഫ്ലോർ ടു റൈറ്റ്, അല്ലെ, നിലത്ത് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ആ ഒരു പേപ്പർ ഒക്കെ സ്പ്രെഡ് ചെയ്ത് അവൻ എഴുതാൻ തുടങ്ങാണ്. ഹോപ്പിംഗ് ഹിസ് ഗ്രാൻഡ് ഫാദർ വിൽ റിസീവ് ഹിസ് മെസ്സേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഹി മിസ്സസ് ഹിം. അപ്പൊ ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു ലെറ്റർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, എത്രത്തോളം ഗ്രാൻഡ് ഫാദറിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ക ലെറ്റർ എഴുതി തുടങ്ങാണ്. വാങ്ക ഫീൽസ് അലോൺ as he has no parents and only his grandfather to care for him. അവൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്, അവനിപ്പോ കൂടെ ആരുമില്ല. അപ്പൊ വാങ്ക എഴുതാണ്. കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് ആയിട്ടുള്ള ഗ്രാൻഡ് ഫാദറിനൊക്കെ പറ്റിയിട്ട് വാങ്ക ആലോചിക്കുന്നുണ്ട് ആ സമയത്ത്. കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എങ്ങനെയാണ്? യെസ്, കോൺസ്റ്റാന്റിൻ ഈസ് എ ലൈവ്ലി 65-year-old man. അല്ലെ, ഏകദേശം 10-65 വയസ്സുള്ള ഒരാളാണ് കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച്. വർക്ക്സ് ആസ് എ നൈറ്റ് വാച്ച്മാൻ. ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ട് ജിവാരവ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. നമ്മൾ ജോണർ എന്നൊക്കെ പറയുന്നത് പോലെ ജിവാരവ് അല്ല, ജുവാരവ് എന്നാണ് ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആണ്, ജോണർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് ഒരു ഫാമിലി, വലിയൊരാളുടെ ഫാമിലി എസ്റ്റേറ്റില് വാച്ച്മാൻ ആയിട്ടാണ് ആള് പണിയെടുക്കുന്നത്. ആൻഡ് ഹി ഹാസ് എ സ്മോൾ ആൻഡ് ലീൻ, അല്ലെ, ഹി ഈസ് വെരി സ്മോൾ ആൻഡ് ലീൻ, വളരെ ചെറിയ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. വിത്ത് എ ചിയർഫുൾ വോൺ ഫേസ് ആൻഡ് ബ്ലാരി ഐസ് ഫ്രം ഡ്രിങ്കിങ്. ഓക്കെ, വളരെ ചിയർഫുൾ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഫേസ് ആണ്. ആൻഡ് അതുപോലെ ബ്ലാരി ഐസ് ആണ്, മങ്ങിയ കണ്ണുകളാണ്, കാരണം ആൾ അത്യാവശ്യം വെള്ളം കടിക്കാറുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ ഡേ
കോൺസ്റ്റാന്റിൻ ഓഫൻ റെസ്റ്റ് ഇൻ ദ കിച്ചൺ ഓർ ജോക്സ് വിത്ത് ദ കുക്സ് ആൻഡ് മെയ്ഡ്സ്. അപ്പം രാവിലെ പകൽ സമയങ്ങളിൽ, രാത്രിയാണല്ലോ ജോലി ചെയ്യുന്നത്, അപ്പൊ പകൽ സമയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും, കിച്ചണിൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് മെയ്ഡ്സിനൊക്കെ ഒന്ന് പിച്ചിട്ടൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യടാ കിടന്നുറങ്ങും. ഇതിൽ എന്തെങ്കിലും ഒന്നാണ് ചെയ്യാറുള്ളത്. ആൻഡ് രാത്രി ആവുന്ന സമയത്തോ ഈ വെയേഴ്സ് എ ഹെവി ഷീപ്പ് സ്കിൻ കോട്ട്, നല്ല വലിയ ഷീപ്പ് സ്കിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോട്ടൊക്കെ ധരിക്കും. ആൻഡ് വാക്സ് അറൌണ്ട് എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ കാവൽക്കാരനെ പോലെ ഇങ്ങനെ നടക്കലാണ് ആളെ പരിപാടി. മേക്കിംഗ് നോയ്സ് വിത്ത് ഹിസ് റാറ്റൽ ടു ഗാർഡ് ദ പ്ലേസ്. റാറ്റൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, കയ്യിൽ വെച്ച് ഇങ്ങനെ കറക്കും, അത് അപ്പൊ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അദ്ദേഹം രാത്രി എന്താ ചെയ്യാ, ആ ഒരു റാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി ആ ഒരു സ്ഥലത്തൊക്കെ നോക്കി ഇങ്ങനെ വാച്ച്മാൻ പോലെ നടക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തിന് 2 dogs ഉണ്ട്, ഈൽ ആൻഡ് കഷ്ടാങ്ക. ഈൽ എന്ന് പേരുള്ള ഒരു ഡോഗും കഷ്ടാങ്ക എന്ന് പേരുള്ള ഒരു ഡോഗും ഉണ്ട്. 2 dogs ആണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ ഈലിനെ പറ്റിയിട്ട് നമ്മുടെ സ്റ്റോറിയിൽ നല്ലോണം മെൻഷൻ ചെയ്യുന്നുണ്ട്. പേര് പോലെ തന്നെ ഒരു വീസൽ ലൈക്ക് ബോഡിയാണ് അദ്ദേഹത്തിന്, ആ ഒരു ഡോഗിനുള്ളത്. അതുകൊണ്ടാണ് അതിന് ഈൽ എന്ന് പേരിട്ടുള്ളത്. ലോങ് ബ്ലാക്ക് ഒരു ബോഡിയാണ്. പിന്നെ ആക്ട്സ് പൊലൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി ടു എവറി വൺ ബട്ട് ഈസ് ആക്ച്വലി സ്ലൈ ആൻഡ് അൺട്രസ്റ്റ്വർത്തി. വളരെ മര്യാദയോടുകൂടി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുക. ഷാൾ ശരിക്കും എന്താണ്, ഒരു സ്ലൈ, വളരെ കുസൃതി, ഒരു കുട്ടിച്ചാത്തനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, വളരെ കുഷ്മനായിട്ടുള്ളതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും കുറച്ച് വികൃതിയൊക്കെ കാണിക്കുന്ന ഒരു ഡോഗാണ് ഈൽ എന്നുള്ള ഡോഗ്. ഹി ഈസ് നോൺ ഫോർ സ്നീക്കിംഗ് അറൌണ്ട് ടു സ്നാപ്പ് അറ്റ് പീപ്പിൾസ് ഫീറ്റ് ഓർ സ്റ്റീൽ ഫുഡ്. അല്ലെ, അപ്പൊ ആൾക്കാരെ കളവ് നടത്തുന്ന ഒരു ഡോഗാണ് അത്. എന്നിട്ട് കോഴീനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും, ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടാനൊക്കെ വളരെ എക്സ്പേർട്ട് ആണ് അവൻ. ഓക്കെ, ഡെസ്പൈറ്റ് ബീങ് പണിഷ്ഡ് ആൻഡ് ഈവൻ ബീറ്റൻ സെവറൽ ടൈംസ്, ഈൽ ഹാസ് സർവൈവ്ഡ് ഇറ്റ് ഓൾ. അപ്പൊ ആൾക്കാരെ നിന്നൊക്കെ ഒരുപാട് തല്ല് വാങ്ങിച്ചു കൂട്ടാറുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും പണിഷ് ചെയ്യും, അവനെ ഹാങ് ചെയ്ത് തൂക്ക വരെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈൽ എന്താ, അതൊക്കെ അതിജീവിച്ചു വരും. ഷോയിങ് ഹിസ് ടഫ്നെസ് ആൻഡ് ക്രാഫ്റ്റിനെസ്. വാങ്ക റീകോൾസ് ദീസ് മെമ്മറീസ് ഫോൺലി, ഷോയിങ് ഹൗ മച്ച് ഹി മിസ്സസ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ലൈഫ് ഹി ലെഫ്റ്റ് ബിഹൈൻഡ്. അല്ലെ, അപ്പം അവന്റെ ഗ്രാമത്തിലെ ലൈഫിനെ പറ്റിയിട്ടും ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ടും ഒക്കെ വാങ്ക മിസ് ചെയ്തുകൊണ്ട് ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ വാങ്ക ഇമാജിൻസ് ഹിസ് ഗ്രാൻഡ് ഡാഡ് ഓൺ ഹിസ് കോൾഡ് ക്രിസ്മസ് ഈവ്. അല്ലെ, അപ്പൊ ക്രിസ്മസ് സമയത്തുള്ള അവരുടെ ലൈഫിനെ പറ്റിയിട്ട്, വില്ലേജിലുള്ള ലൈഫിനെ പറ്റി പിന്നെ ഓർക്കുന്നുണ്ട്. ലൈക്ലി സ്റ്റാൻഡിങ് ബൈ ദ ഗേറ്റ് ലുക്കിംഗ് അറ്റ് ദ വാം റെഡ് ഗ്ലോ ഫ്രം ദ ചേർച്ച് വിൻഡോസ്. ഇപ്പൊ ക്രിസ്മസ് സമയം ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്മസ് ഈവ് ആവുന്ന സമയത്ത് അവർ എസ്റ്റേറ്റിൽ നിന്നും ചർച്ചിൽ നിന്നും വരുന്ന ആ ഒരു വെളിച്ചമൊക്കെ നോക്കി നിൽക്കുമായിരിക്കും ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നുണ്ടാവുക. ഗ്രാൻഡ് ഡാഡ് വെയറിംഗ് ഫെൽ ബൂട്ട്സ്. ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ്, തുകൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബൂട്ട്സ് ആയിരിക്കും ധരിക്കുന്നുണ്ടാവുക. വുഡ് ബി ജോക്കിംഗ് അറൌണ്ട് വിത്ത് സെർവൻസ്. സെർവൻസുമായിട്ട് തമാശ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഹിസ് റാറ്റൽ ടൈഡ് ടു ഹിസ് ബെൽറ്റ്. അല്ലെ, അദ്ദേഹത്തിന്റെ ബെൽറ്റുമായിട്ട് റാറ്റലിനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. To keep warm, he would hug himself or playfully tease the maids and cooks, even offering them a pinch of snuff. Okay, അപ്പൊ അദ്ദേഹം തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് മൂക്കുപൊടി ഉണ്ടാവും, ആ ഒരു മൂക്കുപൊടി വലിച്ചിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് തുമ്മുന്നുണ്ടാവും. ആൻഡ് ആ ഒരു മൂക്കുപൊടി തന്റെ സെർവൻസിനും ഡോഗ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, തുമ്മാൻ കൊടുക്കുന്നുണ്ടാവും. The women would sneeze, making him laugh loudly and cheerfully, saying, "Good for frozen noses." He had even give snuff to the dogs. Kashtanga would sneeze and walk away in annoyance, but Eel, ever polite, would just wag his tail. ഇപ്പൊ ഡോഗ്സിന് വരെ അദ്ദേഹം ഈ ഒരു മൂക്കുപൊടി കൊടുക്കാറുണ്ട്. അപ്പൊ ഈൽ എന്ത് ചെയ്യും, വളരെ പൊലൈറ്റ് ആയിട്ട് സോപ്പിട്ട് നിൽക്കാൻ വേണ്ടി നിൽക്കും. കഷ്ടാങ്ക എന്ത് ചെയ്യും, അവന് ഇൻസൾട്ട് ആയ പോലെ, ഹേർട്ടായി തോന്നിയിട്ട് തിരിഞ്ഞു പോവാണ് ചെയ്യാറുള്ളത്. അങ്ങനെ പിന്നെ ആ ഒരു സ്ഥലത്തെ, ആ ഒരു വില്ലേജിന്റെ വെതറിനെ പറ്റിയിട്ടും ക്രിസ്മസ് ടൈമിലുള്ള ബ്യൂട്ടീനെ പറ്റിയിട്ടൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ദ വെദർ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് കാം വിത്ത് ക്ലിയർ ഫ്രഷ് നൈറ്റ് ഷോയിങ് ദ ഹോൾ വില്ലേജ്. വാങ്ക ഇമാജിൻസ് ദ വൈറ്റ് റൂഫ് ടോപ്സ്. അല്ലെ, മഞ്ഞൊക്കെ മൂടിയിട്ട് ഫുള്ള് വൈറ്റ് റൂഫ് ടോപ്സ് ആയിരിക്കും. ചിമ്നി സ്മോക്ക്. അല്ലെ, പുകക്കുഴലിൽ നിന്ന് പുക ഇങ്ങനെ വരുന്നുണ്ടാവും. ഫ്രോസ്റ്റ് കവേർഡ് ട്രീസ്. അല്ലെ, മരങ്ങളിൽ മൊത്തം എന്തായിട്ടുണ്ടാവും, അവിടെ മഞ്ഞു തുള്ളികൾ വീണ് കിടക്കുന്നുണ്ടാവും. ആൻഡ് ബ്രൈറ്റ് സ്നോ ഡ്രിഫ്റ്റ്. മഞ്ഞു കൂനകൾ ഉണ്ടാവും. ആൻഡ് ഓൾ ഷൈനിങ് അണ്ടർ ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ മിൽക്കി വേ ലുക്കിംഗ് എസ്പെഷ്യലി ക്ലിയർ ആൻഡ് ഫെസ്റ്റീവ്. അല്ലെ, അപ്പൊ മൊത്തം നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി വളരെ മനോഹരമായിട്ടുള്ള ഇതിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വാങ്ക കണ്ടിന്യൂസ് ഹിസ് ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഡാഡ്, ഷെയറിംഗ് ദ ഹാർഡ്ഷിപ്പ് ഹി ഫേസസ് ആസ് ആൻ അപ്രന്റീസ്. അപ്പൊ അവനെ ഒരു ട്രെയിനി എന്നുള്ള രീതിയിൽ ആ ഒരു അലിയാക്കിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ലെറ്ററിലൂടെ പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഹി ഡിസ്ക്രൈബ്സ് ഹൗ ഹിസ് മാസ്റ്റർ ട്രീറ്റ്സ് ഹിം ഹാർഷ്ലി. എങ്ങനെയാണ് ആ മാസ്റ്ററിന്റെ വീട്ടില് അവനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവൻ മെൻഷൻ ചെയ്യും. എന്തൊക്കെയാണ് പറയാം, ഹി വാസ് ബീറ്റൺ വിത്ത് എ സ്റ്റിറപ്പ് സ്ട്രാപ്പ് ബിക്കോസ് ഹി ആക്സിഡന്റലി ഫെൽ അസ്ലീപ് വൈൽ റോക്കിംഗ് ദെയർ ബേബി. അപ്പൊ അവരുടെ കുട്ടീനെ
തൊട്ടിലാട്ടുന്നതിന്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിപ്പോയതിന് ഈ സ്റ്റിറപ്പ് സ്ട്രാപ്പ് വെച്ചിട്ട്, സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ കുതിരേന്റെ അവിടെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് തുകലിന്റെ ബെൽറ്റ് ആണ്, നല്ല ഉറപ്പുള്ള ബെൽറ്റ് ആണ്. അത് വെച്ചിട്ട് അവന് അടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആൻഡ് അനദർ ടൈം ദ മിസ്ട്രസ് ഗോട്ട് ആംഗ്രി ബിക്കോസ് ഹി ഗട്ടഡ് എ ഹെറിംഗ് ഫ്രം ദ റോങ് എൻഡ് ആൻഡ് റാപ്ഡ് ദ ഫിഷ് ഹെഡ് ഇൻ ഹിസ് ഫേസ്. പിന്നെ വേറൊരു ദിവസം മിസ്ട്രസ് യജമാനത്തിയിൽ നിന്നും ഒരു അടി നേരിട്ടിട്ടുണ്ട്. എന്താണ്, അവൻ ഹെറിംഗ് എന്നുള്ള ഫിഷ് വൃത്തിയാക്കുമ്പോൾ എന്ത് ചെയ്തു, റോങ് ആയിട്ട് തലയിൽ നിന്ന് വാലിൽ നിന്ന് മുറിക്കുന്നതിന് പകരം തലയിൽ നിന്നൊക്കെ മുറിച്ചിട്ട് എന്ത് ചെയ്തിട്ട് ആ ഒരു ഫിഷ് അവന്റെ മുഖത്ത് വെച്ചിട്ട് ഉറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടാണ് വാങ്കനോട് അവരെ പെരുമാറുന്നത്. ദ ഓൾഡർ അപ്രന്റീസസ് bully him, sending him to buy vodka and forcing him to steal cucumbers for them. His master hits him whenever he is angry and feeds him very little, just bread in the morning and evening and thin gruel for lunch. അല്ലെ, അപ്പൊ അവിടെയുള്ള സീനിയർ അപ്രന്റീസസുകളൊക്കെ അവനെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. കള്ളുഷാപ്പിൽ പറഞ്ഞു വെച്ചിട്ട് അവനെ കൊണ്ട് വോഡ്ക വാങ്ങിപ്പിക്കും. നമ്മുടെ മാസ്റ്ററിന്റെ സ്ഥലത്ത് നിന്ന് ക്യൂക്കുംബർ അവനെ കൊണ്ട് മോഷ്ടിക്കും. എന്നിട്ടൊക്കെ അല്ലെ, ഈ ഒരു മാസ്റ്റർ അവനെ ഇപ്പൊ ദേഷ്യം വരുമ്പോൾ ഇവനെയാണ് എടുത്തിട്ട് തല്ലുക. എന്നിട്ടും അവന് ഭക്ഷണം പോലും അവര് കൊടുക്കൂല. ആകെ രാവിലെയും വൈകുന്നേരം ഒരു ബ്രെഡും ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞി, ഒരു എഗ്രുവൽ എന്ന് പറഞ്ഞാൽ അരിയിട്ട് വേവിച്ച ഒരു കഞ്ഞി, അതാണ് കൊടുക്കുക. ഓക്കെ. He never gets tea or cabbage soup which the others eat themselves. അല്ലെ, അവന് ചായയോ ക്യാബേജ് സൂപ്പോ ഒന്നും കിട്ടൂല, ബാക്കിയുള്ളവരൊക്കെ അവർ ഒറ്റയ്ക്ക് അകത്താക്കും. Vanga has to sleep in a cold passage and is often kept awake by the crying baby he has to rock at night. അല്ലെ, അപ്പൊ അവനെ തണുത്ത ഒരു ഇടനാഴിയിലാണ് അവനെ കിടത്തുക. അത് മാത്രമല്ല ആ കുട്ടീനെ, ആ ഒരു മാസ്റ്ററിന്റെയും മിസ്ട്രസിന്റെയും കുട്ടീനെ എപ്പോഴും ഇവൻ തൊട്ടിലാട്ടിക്കൊണ്ട് നിന്നു. അങ്ങനെ feeling desperate, Vanga begs his granddad to take him back to the village, promising to always pray for him if he saves him from this miserable life. അല്ലെ, അപ്പൊ വാങ്ക ഗ്രാൻഡ് ഫാദറിനോട് ആവശ്യപ്പെടുകയാണ്, ഈ ഒരു മിസറബിൾ ആയിട്ടുള്ള, ഈ ഒരു ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴും വാങ്ക എന്ത് ചെയ്തോളാം, ഗ്രാൻഡ് ഡാഡിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം, ഗ്രാൻഡ് ഡാഡിനെ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. So Vanga continues his letter to his granddad, crying as he writes. He promises to be good if his granddad takes him back to the village, saying he will grind snuff for him, pray for him and even let him punish him if he misbehaves. വാങ്ക പറയാണ്, ഞാൻ ഇനി നല്ലതായിട്ട് ഇരുന്നോളാം, എന്ത് ചെയ്യാം, നമ്മുടെ മുത്തശ്ശന് വേണ്ടിയിട്ടുള്ള മൂക്കുപൊടി പൊടിച്ചു കൊടുക്കാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇനി ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറാണെങ്കിൽ എന്നെ അടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന് വളരെ വിഷമത്തോടെ വാങ്ക എന്ത് ചെയ്യാണ്, ലെറ്റർ എഴുതാം. And Vanga says he will do any small job like cleaning boots or even working as a shepherd boy just to escape his misery in the city. He once thought of running away, but he has no boots and is afraid of the cold. അപ്പൊ അവൻ എന്ത് ജോലി വേണേലും ചെയ്തോളാന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്. ബൂട്ട്സ് ക്ലീൻ ചെയ്തരാം, അല്ലെങ്കിൽ ഞാൻ ആട്ടിടയനായിട്ട് അല്ലെങ്കിൽ ഷെപ്പേർഡ് ബോയ് ആയിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വാങ്ക പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഓടിപ്പോവാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്, പക്ഷെ എന്റെ കയ്യിൽ ബൂട്ടില്ല, എനിക്ക് ചെരുപ്പില്ല. അപ്പൊ ചെരുപ്പില്ലാതെ ഈ ഒരു കോൾഡ് ആയിട്ടുള്ള മഞ്ഞൊക്കെ വീണ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാല് അവൻ മരിച്ചു പോവും അല്ലെ, അത്രയും തണുപ്പൊന്നും താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാറുന്നത്, ഓടിപ്പോവാതിരുന്നത്. ആൻഡ് വാങ്ക ടെൽസ് ഹിസ് ഗ്രാൻഡാഡ് ഹൗ സ്ട്രേഞ്ച് മോസ്കോ ഫീൽസ് ടു ഹിം. പിന്നെ അവൻ മോസ്കോനെ പറ്റിയിട്ട്, ഇപ്പൊ അവിടെ നിൽക്കുന്ന സിറ്റി ലൈഫിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. There are many big houses and horses, but no sheep and the dogs aren't fierce like in the village. അല്ലെ, അവിടെ ഒരുപാട് വലിയ വീടുകളുണ്ട്, കുതിരകളാണ് കൂടുതലുള്ളത്, ആടുകളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അവിടെയുള്ള ഡോഗുകളൊന്നും നമ്മുടെ നാട്ടിലുള്ള ഡോഗുകളുടെ അത്ര ക്രൂരമായിട്ടുള്ള, ഫിയേഴ്സ് ആയിട്ടുള്ള, ഉഗ്രന്മാരായിട്ടുള്ള ഡോഗ്സ് ഒന്നും അല്ല. City boys don't sing in the church at Christmas and he misses the traditions at home. അല്ലെ, ഈ സിറ്റിയിൽ ക്രിസ്മസ് ആകുമ്പോൾ ഇവര് പാട്ട് പാടി നടക്കുകയോ ഒന്നുമില്ല. അപ്പൊ വീട്ടിലുള്ള ക്രിസ്മസ് ടൈം, നാട്ടിലുള്ള ക്രിസ്മസ് ഈവ് ഒക്കെ അവൻ മിസ് ചെയ്യുന്നുണ്ട്. He even notices unusual things. സിറ്റിയിൽ ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജയന്റ് ഫിഷിംഗ് ഹുക്സ് അല്ലെ, വലിയ വലിയ കൊളുത്തുകൾ, മീനിനെ പിടിക്കുന്ന വലിയ കൊളുത്തുകൾ കാണാം. പിന്നെ ഗൺസ് ഉണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗൺസ് അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ബുച്ചർ ഷോപ്സ് അല്ലെ, ബുച്ചർ ഷോപ്സ് എന്ന് പറഞ്ഞാൽ അറവശാല, നമ്മൾ ചിക്കനൊക്കെ വാങ്ങുന്ന സ്ഥലമല്ലേ. ഈ അറവശാലയില് ഗ്രൗസിന്റെയും വുഡ്കോക്കിന്റെയും ഹെയർസ്, ഈ കാട്ടുജീവികളുടെ ഒക്കെ ഇറച്ചി കിട്ടും. ഓക്കെ, അതൊക്കെ ഇല്ലീഗലാണ്. ഇങ്ങനത്തെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവിടെ കിട്ടുന്നുണ്ട്. And Vanga ends by asking his granddad to save a glided nut from the Christmas tree at the big house and keep it for him in the green chest. അല്ലെ, അപ്പൊ വാങ്ക മുത്തശ്ശനോട് ആവശ്യപ്പെടാണ്, ഇവര് ജോലി ചെയ്യുന്ന അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. സോ ആ ഒരു ക്രിസ്മസ് ട്രീയിൽ നിന്നും ഒരു ഗിൽഡഡ്, നല്ല
പൊതി കവറിലൊക്കെ ഗിൽഡഡ് ആയിട്ടുള്ള ഗോൾഡ് കവർ ചെയ്തിട്ടുള്ള ആ നെറ്റൊക്കെ തനിക്ക് വേണ്ടി തന്റെ ആ ഒരു ഗ്രീൻ ബോക്സ്, പച്ച ചെസ്റ്റ് എന്ന് പറഞ്ഞ ബോക്സ് ആണ് കേട്ടോ, ആ ഒരു ബോക്സിൽ ഇട്ട് വെക്കാൻ പറയാണ്. He hopes Miss Olga Ignatievna, a kind person from the estate. Olga Ignatievna എന്ന് പറയുന്നത് നമ്മുടെ വാങ്കയുടെ അമ്മയുടെ ഫ്രണ്ട് ആയിരുന്നു, ആ ഒരു എസ്റ്റേറ്റിൽ പണിയെടുത്ത ആളായിരുന്നു. അപ്പൊ അവരെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവരെ ആ ഒരു ക്രിസ്മസ് ടൈമിൽ ഹെൽപ്പ് ചെയ്തത്, ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അവൻ ആലോചിക്കുന്നുണ്ട്. And Vanga sighs and looks out the window, remembering happier times with his grandfather. He recalls when his granddad would go to get a Christmas tree for the rich people and take Vanga along. ഇപ്പൊ ഗ്രാൻഡാഡ് ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് ട്രീ മുറിക്കാൻ പോകുന്നതും കൂടെ വാങ്കനെ കൊണ്ടുപോകുന്നതും ഒക്കെ വാങ്ക ആലോചിക്കാണ്. They would laugh together as they walk through the frosty woods. കാട്ടിലൂടെ പോകുമ്പോൾ അവർ ചിരിച്ചാർത്തുല്ലസിച്ചാണ് പോവാറുള്ളത്. Granddad would smoke his pipe, take a pinch of snuff and laugh at how cold Vanga was. അല്ലെ, ഇപ്പൊ ഗ്രാൻഡാഡ് ഇങ്ങനെ പുകയൊക്കെ വലിച്ച് ഒരു സ്നഫൊക്കെ എടുത്ത് തണുപ്പിൽ വലിയ കൂസലില്ലാതെ വലിയ സീനായിട്ട് അടിപൊളിയായിട്ടാണ് നടക്കാം. പക്ഷെ വാങ്ക തണുത്ത് വിറച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. പിന്നെ അവിടെ ഫിർ ട്രീസ് ഒക്കെ ഉണ്ടാവും. ഫിർ ട്രീസിനെയാണ് ഇവരെന്ത് ചെയ്യുക, ക്രിസ്മസ് ട്രീ ആയിട്ട് മുറിച്ചു കൊണ്ടുപോവുക അല്ലെ. പിന്നെ എന്തുണ്ടാവും, ഒരു ഹെയർ എന്ന് വെച്ചാൽ ഈ കാട്ടുമുയലൊക്കെ സ്നോ ഡ്രിഫ്റ്റിന്റെ മഞ്ഞു കൂനകളുടെ മേലെ കൂടെ ചാടിയൊക്കെ നടക്കുന്നുണ്ടാവും. ഗ്രാൻഡാഡ് എന്താണ് ആ ഒരു ഹെയറിനെ വിളിക്കുന്നുണ്ടാവുക, സ്റ്റബ് ടെയിൽ ഡെവിൾ അല്ലെ, കുറ്റി. സ്റ്റബ് എന്ന് പറഞ്ഞാൽ ചെറുത്, ആ ഒരു ചെറിയ വാലുള്ള പിശാചെ എന്നൊക്കെയാണ് ഹെയറിനെ കളിയാക്കി വിളിക്കാം. ദീസ് മെമ്മറീസ് മേക്ക് വാങ്ക ഫീൽ ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വാങ്കയ്ക്ക് ഭയങ്കര വിഷമവും സന്തോഷമൊക്കെ ഒരേ സമയത്ത് ഫീൽ ചെയ്യും. ഓക്കെ, ആലോചിക്കുമ്പോൾ Vanga remembers how his grandfather would bring the Christmas tree to the big house where everyone would decorate it. അപ്പൊ ആ ഒരു ക്രിസ്മസ് ട്രീ എല്ലാരും കൂടിയാണ് ഡെക്കറേറ്റ് ചെയ്യാം. മിസ് ഓൾഗ ഇഗ്നേറ്റിയേവ്ന ഉണ്ടാവും. വാങ്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഓൾഗ ഇഗ്നേറ്റിയേവ്നയാണ് അവിടെ. ആൻഡ് വാങ്കയുടെ മദർ പിലാഗയ ഉണ്ടായിരുന്നു, അവര് ജീവിച്ചിരുന്ന സമയത്ത് അവരും ഉണ്ടാവും. ആൻഡ് ഓൾഗ ഇഗ്നേറ്റിയേവ്ന വുഡ് ഗിവ് ഹിം സ്വീറ്റ്സ് ആൻഡ് ടീച്ച് ഹിം തിങ്സ് ലൈക്ക് റീഡിങ്, റൈറ്റിംഗ്, കൗണ്ടിങ് ആൻഡ് ഈവൻ ഡാൻസിങ്. അപ്പൊ ഓൾഗയാണ് എന്ത് ചെയ്തത്, വാങ്കേനെ വായിക്കാനും എഴുതാനും കൗണ്ട് ചെയ്യാൻ അല്ലെ, എണ്ണാനും ഡാൻസും ഒക്കെ ഓൾഗയാണ് ആരെ പഠിപ്പിച്ചു കൊടുക്കുക, വാങ്കനെ പഠിപ്പിച്ചു കൊടുത്തത്. ബട്ട് ആഫ്റ്റർ ഹിസ് മദർ ഡൈഡ്, അമ്മ മരിച്ചതിന് ശേഷം വാങ്കനെ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് ആക്കുകയാണ്. ആൻഡ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും, അവനെ ഷൂ മേക്കർ ആയിട്ടുള്ള അലിയാക്കിന്റെ അടുത്ത് കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് വാങ്ക കണ്ടിന്യൂസ് ഹിസ് ലെറ്റർ begging his granddad to take him away from his hard life in Moscow. He cries because he is always hungry, beaten and miserable. ഇപ്പൊ വാങ്ക വളരെ കരഞ്ഞ് വിഷമിച്ച് ബെഗ് ചെയ്യാണ് അല്ലെ, നമ്മുടെ ഗ്രാൻഡാഡിനോട് ബെഗ് ചെയ്യാണ്, എന്നെ ഒന്ന് എന്ത് ചെയ്യണം, യെസ് എന്നെ ഒന്ന് കൊണ്ടുപോകണം, ഈ ഒരു ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബെഗ് ചെയ്യാണ്. പിന്നെ he remembers one time when his master hit him on the head with a shoe mold and he thought he wouldn't be able to get up. അപ്പൊ ഒരു ദിവസം അവൻ ഓർമ്മയുണ്ട്, മാസ്റ്റർ എന്ത് ചെയ്തു, ഷൂ ഹോൾഡ് വെച്ചിട്ട് അവന് ഒരു ഷൂഡ് ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവന് തലയ്ക്ക് ഒറ്റ അടി അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവൻ വിചാരിച്ചത് അവൻ മരിച്ചു പോയി എന്നാണ്, അവന് എഴുന്നേക്കാൻ പോലും പറ്റൂല എന്നാണ്. ആൻഡ് വാങ്ക ഫീൽസ് ഹിസ് ലൈഫ് ഈസ് വേഴ്സ് ദാൻ എ ഡോഗ്സ്. ഒരു പട്ടിയുടെ വില പോലും അവന് കൊടുക്കുന്നില്ല, അത്രയും മോശമായിട്ടാണ് അവനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ സെൻഡ് ഹിസ് ലവ് ടു പീപ്പിൾ ഫ്രം ഹിസ് ഓൾഡ് ലൈഫ്, ആസ്കിങ് ഹിസ് ഗ്രാൻഡ് നോട്ട് ടു ഗിവ് എവേ ഹിസ് കോൺസെർട്ടീന. അപ്പൊ അവന്റെ കോൺസെർട്ടീന ഉണ്ട്, ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സാധനമാണ്, അത് ആർക്കും കൊടുക്കരുത് എന്ന് ഗ്രാൻഡ് നാഡിനോട് പറയാണ്. പിന്നെ അവിടെയുള്ള എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ അന്വേഷണം പറയണം എന്ന് പറയാണ്. ആൻഡ് ഗ്രാൻഡ് ഡാഡിനോട് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പ്ലീഡ് ചെയ്യുക. വാങ്ക കെയർഫുള്ളി ഫോൾഡഡ് ഹിസ് ലെറ്റർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ആൻ envelope ദാറ്റ് ഹി ഹാഡ് ബോട്ട് ഫോർ എ കൊപ്പക്. അപ്പൊ ഒരു കൊപ്പക് എന്ന് വെച്ചാൽ ഒരു പൈസയാണ്, റഷ്യയിലെ പണത്തിന്റെ ഇതാണ് കേട്ടോ. ആ ഒരു കൊപ്പക്ക് കൊണ്ട് വാങ്ങിയിട്ടുള്ള എൻവലപ്പില് അവൻ എഴുതിയ ലെറ്റർ ഒക്കെ മടക്കി അതിലിടാണ്. എന്നിട്ട് എന്താണെന്നറിയോ അവൻ അഡ്രസ് ആയിട്ട് എഴുതുന്നത്, ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ് എന്ന് എഴുതാണ്. പിന്നെ അത് പോരല്ലോ എന്ന് ആലോചിച്ച് ടു കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് കൂടി എഴുതാണ്. അഡ്രസ് ഒന്നും അവന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആൻഡ് ഫീലിംഗ് പ്ലീസ് ദാറ്റ് നോ വൺ സ്റ്റോപ്ഡ് ഹിം ഫ്രം റൈറ്റിംഗ്, ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ് ആൻഡ് റാൻ ഔട്ട്സൈഡ് വിത്തൗട്ട് ദ കോട്ട്. ഓക്കെ, വിത്ത് ഹിസ് കോട്ട്. അങ്ങനെ ആ കോട്ടൊക്കെ ഇട്ട് ആ ലെറ്റർ ഒക്കെ കൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് അവനോട് ബുച്ചർ ഷോപ്പിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോസ്റ്റ് ബോക്സിലാണ് ലെറ്റർ ഇടേണ്ടത്, അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവൻ എന്ത് ചെയ്തു, അടുത്തുള്ള ലെറ്റർ ബോക്സിൽ ആ ഒരു ലെറ്റർ കൊണ്ട് ഇടാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ അവൻ പ്രതീക്ഷിക്കാണ് ആ ഒരു ലെറ്റർ തന്റെ മുത്തശ്ശന്റെ അടുത്ത് എത്തുന്നു. എത്താൻ ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലെ, ഒരു സ്റ്റാമ്പ് പോലും ഒട്ടിക്കാതെ ആ ലെറ്റർ എങ്ങനെ എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നിട്ട് അവൻ ആ ഒരു ഹാപ്പി ആയിട്ട് ആ ഒരു ലെറ്റർ എത്തും, തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ മുത്തശ്ശൻ വരും എന്നുള്ള ആ ഒരു സ്വപ്നവും കണ്ട് ആ ഒരു ഡോഗും
ഒക്കെ ആയിട്ട് മുത്തശ്ശൻ അടുക്കളയിൽ ഇരുന്ന് മെയ്ഡ്സുമായിട്ട് കഥ പറയുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ വേങ്ക ഉറങ്ങാണ്. സോ ഇത്രയുമാണ് വേങ്ക എന്നുള്ള സ്റ്റോറി. വളരെ മനോഹരമായിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള, നമുക്കൊക്കെ അയ്യോ പാവം, നമുക്കൊരു സിമ്പതി തോന്നുന്ന, നമുക്കൊരു എംപത്തി തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. സോ ഈ ഒരു സ്റ്റോറി വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് പഠിക്കേണ്ടത്. ആൻഡ് ഇതിന്റെ നോട്ടൊക്കെ എന്റെ മക്കൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു വാട്സ്ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാം. നമ്മൾ എല്ലാവരും എന്തുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.